ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് വൽ ഫർദിസ് സ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിവേചനങ്ങൾക്കെതിരെ സാഹോദര്യത്തിൻ്റെ സംഗമം അറഫ എന്ന തലക്കെട്ടിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ, ഏറെ ആദരണീയനായ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി സാഹിബ്, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷാക്കിർ സാഹിബ്, സോളിഡാരിറ്റിയുടെ പ്രസിഡന്റ് അസ്ലം സാഹിബ്, വേദിയിലുള്ള മറ്റ് നേതാക്കന്മാരെ, സദസ്സിലുള്ള ആദരണീയരായ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അർഹമുർറാഹിമീനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരലിനെ ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണങ്ങളിലൊന്നായി അള്ളാഹു ഈ ഉദ്യമത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അറഫ ദിനത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഓർക്കുകയും ലോകത്തോട്, നമ്മളോടും നമ്മളുടെ സമൂഹത്തോടും അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക എന്ന വളരെ മനോഹരമായ ഒരു കാര്യമാണ് സോളിഡാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൗമു അറഫ എന്ന ആത്മീയമായ ഔന്നത്യത്തിൻ്റെ ദിനം ആളുകൾ വലിയ രീതിയിൽ പാപമോചനത്തിന് അർഹരാകുന്ന ആളുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറഫയിൽ കൂടിയവരെ കുറിച്ച് കാലിൽ പൊടിയുമായി ചൂടത്ത് വന്നിരിക്കുന്ന ആളുകളെ കുറിച്ച് മലായിക്കത്തിനോട് അഭിമാനപൂർവം പറയുന്ന ഒരു ദിനം എന്ന് മാത്രമല്ല, ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘടകം ഹജ്ജ് എന്നാൽ അറഫയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അറഫയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രാമുഖ്യത്തെക്കുറിച്ചും നമുക്ക് ആവോളം പഠിക്കാവുന്ന ഹദീസുകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അപ്പോൾ അറഫ എന്നത് ആത്മീയമായി ഒരു വിശ്വാസിയും ഒരു അബ്ദും ഒരു അടിമയും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിലെ സുപ്രധാനമായ ഒരു ദിനവും സ്ഥലവും, ഒരു സമയവും ഒരു സ്ഥലവും ആണ് സത്യത്തിൽ അറഫ എന്ന് പറയുന്നത്. ദുൽഹജ്ജയിലെ ആദ്യ 10 ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാം. അതിൽ തന്നെ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു ദിനം, അള്ളാഹുവോട് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രായശ്ചിത്തങ്ങളും നമ്മുടെ മുമ്പിൽ, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുന്ന ഒരു ദിനം. ആ ദിവസത്തെക്കുറിച്ച് സംസാരിക്കുക, ആ ദിവസത്തിൻ്റെ പ്രാമുഖ്യത്തെയും മഹത്വത്തെയും കൂടുതൽ അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അറഫയുടെ ഏറ്റവും സുപ്രധാനമായ തലം അതിൻ്റെ ആത്മീയ ഔന്നത്യമാണ് ഒന്ന് എങ്കിൽ, മറ്റൊന്ന് നമുക്കറിയാം ഹജ്ജത്തുൽ വിദാഇന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബത്തുൽ വിദാ, വിടവാങ്ങൽ പ്രഭാഷണമാണ്. ചരിത്രത്തിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് പ്രഖ്യാപനങ്ങൾ ചരിത്രത്തിൽ നമുക്ക് ലഭ്യമാണ്. പക്ഷെ എല്ലാ പ്രഖ്യാപനങ്ങളും, എല്ലാ പ്രഭാഷണങ്ങളും എല്ലാം വാഗ്ദാനങ്ങളായിട്ടാണ് ചരിത്രത്തിൽ സംഭവിക്കാറുള്ളത്. വിപ്ലവങ്ങൾ തുടങ്ങി പുതിയ വ്യവസ്ഥകൾ ആരംഭിക്കുന്ന സമയത്ത്, പുതിയ സംവിധാനങ്ങൾ വരുന്ന സമയത്ത്, പുതിയ ഭരണകൂടങ്ങൾ നിലവിൽ വരുന്ന സമയത്ത്, ഇത്തരം സമയങ്ങളിലാണ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുള്ളത്, മാനിഫെസ്റ്റോകൾ ഉണ്ടാകാറുള്ളത്. അല്ലെ, നമ്മൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ കുറിച്ച് പറയും. ലോകത്ത് അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രഖ്യാപനങ്ങളെ കുറിച്ച് പറയും.
അല്ലെ? ആധുനിക രാഷ്ട്രങ്ങളുടെ നിയമങ്ങൾ, സ്വാതന്ത്ര്യം, അവകാശം, ഇത്തരത്തിലുള്ള പുതിയ ആധുനിക മൂല്യങ്ങൾ അത് ലോകത്ത് വന്നത് ഫ്രഞ്ച് വിപ്ലവാനന്തരം ആണ് എന്നാണ് പറയുക. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം നടത്തുന്ന ഡിക്ലറേഷൻ, അമേരിക്കയിൽ നടത്തുന്ന ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡിക്ലറേഷൻ, ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് അധ്യായങ്ങളുണ്ട്. പക്ഷെ ഈ അധ്യായങ്ങളുടെ എല്ലാം പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതെല്ലാം നടത്താൻ പോകുന്ന വാഗ്ദാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം കടലാസിൽ ഒതുങ്ങുന്ന സംഗതികളും ആണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത് നടത്താൻ പോകുന്ന സംഗതിയാണ്. ഭരണഘടനകൾ അത് നടത്താൻ ആഗ്രഹിക്കുന്ന സംഗതിയാണ്. അങ്ങനെയുള്ള ലോകത്തിൻ്റെ ഡോക്യുമെന്റുകളിൽ വ്യത്യസ്തവും വ്യതിരിക്തവുമായി നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബത്തുൽ വിദാ അത് നടത്തി കഴിഞ്ഞതിൻ്റെ വിളംബരമാണ്. ലോകത്ത് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം പറയുന്നതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഇന്നത് നടത്തുമെന്ന ഒരു ഭരണാധികാരിയുടെ വാഗ്ദാനമല്ല, ലോകത്ത് 23 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് സാധിച്ചെടുത്ത മഹാവിസ്മയത്തിന്റെ വിളംബരമാണ്. എന്ന് മാത്രമല്ല, ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തെല്ലായ്പ്പോഴും വാഗ്ദാനങ്ങളുടെ പ്രശ്നം അത് തത്വവും പ്രയോഗവും തമ്മിലെ വിടവാണ്. പറയുന്നതൊന്ന്, നടപ്പിലാക്കുന്നത് മറ്റൊന്ന്. തത്വത്തിലുള്ളത് പുസ്തകത്തിലുള്ളതും പ്രയോഗത്തിൽ വരുന്നതും തമ്മിൽ യോജിപ്പില്ല. ഇതാണ് ലോകത്തെല്ലാ വിപ്ലവങ്ങളുടെയും അവസ്ഥ, അല്ലേ? ലോകത്തെല്ലാ ഭരണഘടനകളുടെയും അവസ്ഥ ഏതാണ്? ഭരണഘടനയിൽ പൂർണ്ണം, പക്ഷേ അത് മനുഷ്യ സമൂഹത്തിലേക്ക് എത്തുമ്പോൾ അത് വല്ലാത്ത അപൂർണം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് ഖുർആൻ എന്ന വഹീന്റെ പൂർണ്ണതയും, അത് ആദ്യത്തെ സമൂഹം, ആദ്യത്തെ അസ്ഹാബുകൾ എന്ന മനുഷ്യ സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള സങ്കീർണതയും ഒരുമിക്കുന്നു എന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അള്ളാഹുവിന് വേണമെങ്കിൽ ഖുർആൻ ഒറ്റ കോപ്പിയായി ഇറക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല അത് ചെയ്തത്. 23 വർഷത്തെ മനുഷ്യ സമൂഹവുമായുള്ള സംവാദത്തിലൂടെ, അല്ലെങ്കിൽ മനുഷ്യ സമൂഹവുമായുള്ള സംഭാഷണത്തിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്നത്. അതായത് മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രം, മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രപരത എന്നത് ഇതിൻ്റെ അസുലിന്റെ, ഇതിൻ്റെ പ്രമാണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ ലോകത്തെല്ലാ സിദ്ധാന്തങ്ങളും പരാജയപ്പെടുന്നത്. അത് മനുഷ്യ സമൂഹത്തിന്റെ ചാഞ്ചല്യമുള്ള സ്വഭാവത്തോട് അതിന് സംവദിക്കാൻ കഴിയുന്നില്ല എന്നതാണെങ്കിൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ചാഞ്ചല്യങ്ങളോടും സംവദിച്ച് അതിനകത്തുകൂടി രൂപപ്പെടുത്തിയെടുത്ത് അതിനവസാനമാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന പൂർത്തീകരണത്തിന്റെയും സംതൃപ്തിയുടെയും പ്രഖ്യാപനം നടത്തുന്നത്. അതാണ് സത്യത്തിൽ ഹജ്ജത്തുൽ വിദാഇന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ച് നടന്നിരുന്ന ഒരു സമൂഹത്തെ ഇതാ നിങ്ങൾ നോക്കൂ, 23 വർഷത്തെ മഹത്തായ വിപ്ലവം കൊണ്ട് ലോകത്തിന്റെ ജേതാക്കളാക്കി മാറ്റിയിരിക്കുന്നു എന്ന പ്രയോഗത്തിന്റെ സാക്ഷ്യം. ഖുർആൻ അക്ഷരസാക്ഷ്യമാണെങ്കിൽ തിരു റസൂലിന്റെ ജീവിത സാക്ഷ്യം കൊണ്ട് ലോകത്തിത് കാണിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് പൂർത്തീകരിക്കപ്പെട്ടത്. എന്നിട്ട് നടത്തുന്ന പ്രഖ്യാപനം, പ്രിയമുള്ളവരെ, അത് ഈ ലോകകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഈ അടുത്ത് മരണപ്പെട്ട നഖീബുൽ അത്താസ് എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചും സെക്കുലറിസത്തെക്കുറിച്ചും ഒരുപാട് അധ്യായങ്ങൾ, പഠനങ്ങൾ രചിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം ഉണ്ട്. അദ്ദേഹം പൊതുവെ ഭാഷയെക്കുറിച്ചും ഭാഷയിലെ വാക്കുകളുടെ ഉപയോഗത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് സിദ്ധാന്തങ്ങൾ പറയാം. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ദീൻ എന്ന വാക്കിന് ബഹുവചനം ആദ്യകാലത്ത് അറബിയിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദിയാൻ
എന്ന ദീനിന്റെ ജംആയ വാക്ക് വളരെ ആധുനികവും അടുത്ത കാലത്ത് മാത്രം ഉപയോഗിച്ചു തുടങ്ങിയതുമാണ്. അതിലൂടെ അത്താസ് പറയുന്ന കാര്യം, ആദ്യകാലം മുതലേ മുസ്ലിം സമൂഹത്തിന് ദീൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ദീനാണ്. രണ്ട് ദീനേ ഉള്ളത്, ഒന്നുകിൽ അള്ളാഹുവിന്റെ ദീൻ, അതല്ലാത്തതെല്ലാം മറ്റുള്ളത്. അഥവാ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ എല്ലാ മതങ്ങൾക്കും കൂടി പൊതുവായ ഒരു വാക്ക് എന്ന സംഗതിയല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞാൽ സമ്പൂർണവും സമഗ്രവുമായിട്ടുള്ള ഒരൊറ്റ ദീൻ. അതല്ലാത്തതെല്ലാം അതിന് പുറത്തുള്ള കാര്യങ്ങൾ, അതല്ലാത്തതെല്ലാം അതിന് ബാഹ്യമായ മനുഷ്യ വിചാരങ്ങളുടെ കേവലമായ പ്രതിഫലനങ്ങൾ മാത്രം. പക്ഷെ സമ്പൂർണമായ ദൈവികമായ അള്ളാഹുവിന്റെ ദീൻ, അത് ദീനുൽ ഇസ്ലാം. ഇതാണ് അത്താസ് പറയുന്ന കാര്യം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കപ്പെടുകയും ലോകത്ത് പറയാൻ സാധിക്കാത്ത രീതിയിൽ മൂടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് സത്യത്തിൽ ദീനിന്റെ ഈ കാമിലായ സമ്പൂർണമായ തലത്തെക്കുറിച്ചാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ ഫലസ്തീൻ സംഘർഷത്തിന്റെ സമയം, അന്നും ഇന്നും വെസ്റ്റേൺ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ സംഗതിയേ ഉള്ളൂ: നിങ്ങൾക്ക് ഫലസ്തീനിന്റെ വിമോചനത്തെക്കുറിച്ച് സംസാരിക്കാം, ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷേ നിങ്ങൾ ഹമാസിനെ കുറിച്ച് സംസാരിക്കരുത്. നിങ്ങൾ ആദ്യം ഹമാസിനെ കണ്ടം ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ ഫലസ്തീനെ കുറിച്ച് സംസാരിച്ചോളൂ. ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്തത്, ബ്രെഡ് കിട്ടാത്തത്, അവർ രക്തം വാർന്ന് മരിക്കുന്നത് നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷെ അവരായി നിൽക്കുകയും അവരുടെ ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു പ്രതിരോധത്തെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് അത് ലോകത്ത് സാധ്യമല്ല. ലോകത്ത് നിയോലിബറൽ ക്യാപിറ്റലിസത്തിന്റെ ഉദാഹരണം എന്താണ്? നിയോലിബറൽ ക്യാപിറ്റലിസത്തിന്റെ ടെമ്പിൾ അല്ലെങ്കിൽ മോസ്ക് എന്നറിയപ്പെടുന്നത് ഷോപ്പിംഗ് മാളുകളാണ്. ഷോപ്പിംഗ് മാളുകളുടെ സവിശേഷത എന്താന്ന് ചോദിച്ചാൽ, അവിടെ നിങ്ങൾക്ക് ഹിജാബ് കിട്ടും, നിസ്കാരക്കുപ്പായവും നിസ്കാരപ്പായയും കിട്ടും, അപ്പുറത്ത് നിങ്ങൾക്ക് ആൽക്കഹോളും കിട്ടും, അതുപോലെ തന്നെ അശ്ലീലതയുടെ ഉപകരണങ്ങളും കിട്ടും. ഇത് രണ്ടും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഒരു ഹിജാബ് ഷോപ്പിലെ ഹിജാബായി മാത്രം നിൽക്കാം, മറ്റുള്ളവയെ കുറിച്ച് സംസാരിക്കരുത്. മുസ്ലിങ്ങൾക്ക് ലോകത്തൊരു സാംസ്കാരിക വസ്തുവായി നിലകൊള്ളാം, നിങ്ങൾ മറ്റുള്ളവയെ കുറിച്ച് മിണ്ടരുത്. നിങ്ങൾക്ക് പള്ളിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടത്താം, നിങ്ങൾ പൊതുമണ്ഡലത്തിൽ നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത്. സത്യത്തിൽ ആ നിബന്ധന എന്തിനെയാണ് തുരങ്കം വെക്കുന്നത്? അത് തുരങ്കം വെക്കുന്നത് ഹജ്ജത്തുൽ വിദാഇൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന വിശുദ്ധമായ സന്ദേശത്തെയാണ്. പൂർണ്ണമായ ഒരു ദീനിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. ലോകത്തിന്റെ ഘടനയെ മാറ്റുന്നതിനെ കുറിച്ച്, സമൂഹത്തിന്റെ സ്വഭാവത്തെ മാറ്റുന്നതിനെ കുറിച്ച്, വ്യക്തികളുടെ നിലവാരത്തെ മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. പൂർണ്ണമായ ദീൻ, അത് ലോകത്ത് നിങ്ങൾ മിണ്ടരുത്. ഇതാണ് ആധുനിക യൂറോപ്പും അതിന് തുടങ്ങിയ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ദീനുൽ ഇസ്ലാമിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് അമേരിക്കൻ സാമ്രാജ്യവും അവരുടെ സിൽബന്ദികളായിട്ടുള്ള ഏകാധിപതികളും ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മൗലാന മൗദൂദി, സയ്യിദ് അബുൽ അഅ്ല മൗദൂദി ഖിലാഫത്ത് ഓർ മുലൂക്കിയത്ത് എന്ന പുസ്തകം എഴുതിയപ്പോ അദ്ദേഹത്തിനോട് പലരും പലതരത്തിലുള്ള വിയോജിപ്പുകൾ പറഞ്ഞു. ശരിയായതോ അംഗീകരിക്കാവുന്നതോ സംവാദാത്മകവുമായ ശരികൾ അതിലുണ്ടാകാം. പക്ഷേ അവിടെ സയ്യിദ് മൗദൂദി പറഞ്ഞ ഒരു കാര്യം വിസ്മരിക്കപ്പെട്ടു. എന്താണത്? ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, മുലൂക്കിയത്ത് എന്ന സംവിധാനം, അതിൽ ദീനിൽ പ്രശ്നങ്ങളുണ്ടോ? നല്ല രാജാവാണെങ്കിൽ അത് ദീനിൽ പ്രശ്നങ്ങളുണ്ടോ എന്നതായിരുന്നു. അങ്ങനെയുള്ള ഒരു ഷർത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. അങ്ങനെ ഭരണാധികാരി ഇന്നയാളാകണം എന്നതിനെ കുറിച്ച് പ്രശ്നമുണ്ടോ എന്നൊരു ഫിഖ്ഹിയായ ചോദ്യം മൗദൂദി സാഹിബിനോട് ചോദിച്ചു. പക്ഷെ അതിൽ മൗദൂദി സാഹിബ് അതിൽ ഊന്നിപ്പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു. എന്താണത്? ലോകത്ത് ദീനുൽ ഇസ്ലാം ഉദ്ദേശിക്കുന്ന മനുഷ്യാവിഷ്കാരത്തിന്റെ വിലങ്ങുതടിയായി രാജഭരണങ്ങൾ മുന്നോട്ട് വരും. അത് ചരിത്രത്തിൽ നിന്നുള്ള പാഠമാണ്. എന്ന് വെച്ചാൽ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പൂർത്തീകരിക്കപ്പെട്ട
ഒരു ദീനാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ദീനല്ല എന്ന പ്രഖ്യാപനത്തിന് വിലങ്ങായി മറ്റു താല്പര്യങ്ങൾ വരും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് സംഭവിച്ചത് എന്താണ്? ദീനിനെ മതം എന്ന ഒരു കോളത്തിൽ ഒതുക്കാനും ഇസ്ലാമിന്റെ പൂർണ്ണതക്ക് വിലങ്ങു നിൽക്കാനും അത് ഉപകരിക്കപ്പെട്ടു. അവിടെയാണ് നമ്മൾ ഇന്ന് അറഫയുടെ സന്ദേശത്തെക്കുറിച്ച് ഓർക്കുകയും പറയുകയും ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടിയാണ് മനുഷ്യന് സ്വാതന്ത്ര്യം ലഭിച്ചത്, റൈറ്റ് ലഭിച്ചത് എന്നാണ് പറയാറ്. ഇന്നത്തെ ഭരണഘടനകളിൽ നിയമ പ്രശ്നമായി അല്ലെങ്കിൽ ഒരു നിയമ കാറ്റഗറി ആയിക്കൊണ്ട് അവകാശങ്ങൾ വരുന്നത്, സ്വാതന്ത്ര്യം വരുന്നത് ഫ്രഞ്ച് വിപ്ലവാനന്തരമാണ് എന്നാണ് ലോകം പറയുന്നതും പഠിപ്പിക്കുന്നതും. പക്ഷേ നമ്മൾ അറിയണം, 14 നൂറ്റാണ്ടിനപ്പുറം ഈ ദിവസത്തെക്കാളും പ്രദേശത്തെക്കാളും മാസത്തെക്കാളും ഏതുവരെ എന്ന് ചോദിച്ചാൽ കഅബാലയത്തെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, മാ അത്യബക് മാ അത്യബ റിഹക്, നിനക്കെത്ര സൗന്ദര്യമാണ്, നിനക്കെത്ര സൗരഭ്യമാണ്. പക്ഷെ കഅബാലയത്തെ നോക്കിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്നെക്കാളും പവിത്രത മനുഷ്യരക്തത്തിനുണ്ട്, മനുഷ്യന്റെ അന്തസ്സിനുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മില്ലത്ത് അബീക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. തീക്കുണ്ടാരങ്ങളിൽ തണുപ്പനുഭവിച്ച ഒരു മാതൃക, സ്വന്തം പിതാവ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ഒരു മാതൃക, പലായനങ്ങളുടെ മാതൃക. അതൊരു ആത്മീയതയുടെ മാതൃകയാണ്. ആത്മീയതയുടെ മാതൃക നമ്മൾ ഇന്ന് കാണുന്നത് ഏതെങ്കിലും രാജകൊട്ടാരങ്ങളിലോ ഏതെങ്കിലും വലിയ വലിയ പള്ളികളിലോ അല്ല. ഇബ്രാഹിമി മില്ലത്ത്, അബ്രഹാം അക്കോഡിലല്ല നമ്മൾ കാണുന്നത്, ഗസയിലും പലസ്തീനിലുമാണ്. അതൊരു ആത്മീയതയാണ്. കാലിൽ പൊടിപുരളുന്ന, നെറ്റിയിൽ വിയർപ്പ് പൊടിയുന്ന, കാണാൻ കുറച്ച് ചൊർക്ക് കുറഞ്ഞ, രക്തമുറ്റി വീഴുന്ന ആത്മീയത, വിയർപ്പുറ്റി വീഴുന്ന ആത്മീയത. പക്ഷേ ഇന്ന് അത്തരം ആത്മീയതയുടെ ആവിഷ്കാരങ്ങളെ മോശമായി കാണുകയും അത്തറുപൂശിയ സാമ്രാജ്യങ്ങളുടെ വിധേയത്വങ്ങൾ ആഘോഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, അതിൻ്റെ ഒരു സന്ദേശം അതാണെങ്കിൽ മറ്റൊരു സന്ദേശം ഒരു പ്രോജക്റ്റ് പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ്. ഭൂമിയിൽ നിങ്ങൾക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്, അല്ലേ? ഇന്ന് ദീനിന്റെ സന്ദേശത്തെ മറ്റൊരു രീതിയിൽ വക്രീകരിക്കുമ്പോൾ അതിന് ഭൂമിയിൽ നിർവഹിക്കാനുള്ള ദൗത്യത്തെ മൂടിക്കളയുന്നു. ദീനിനെ ഒരു സാംസ്കാരിക വസ്തുവാക്കി ചുരുക്കുന്നു. ദീനിനെ ഒരു ആലങ്കാരിക വസ്തുവായി ചുരുക്കുകയും ലോകത്തെ നിർമ്മിക്കാനുള്ളതിന്റെ ശേഷിയെ റദ്ദ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഇബ്രാഹിമി മില്ലത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കണം. അവിടെ ബലിയുടെ സന്ദേശം എന്താണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം, നമുക്കറിയാം, നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടത് എന്നെ ബലി കൊടുക്കാനാണെങ്കിൽ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞു വരുന്ന ഇസ്മായിൽ നബിയുടെ ബലിയെടുക്കാൻ പോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സത്യത്തിൽ അതിൻ്റെ സന്ദേശം മനുഷ്യനെ അറുക്കരുത് എന്നുള്ളതാണ്. ബലി കൊടുക്കാനുള്ള സന്നദ്ധത നിങ്ങൾക്കുണ്ടായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനെ നിങ്ങൾ ഒരിക്കലും അറുക്കരുത്, അല്ലേ? മനുഷ്യന്റെ രക്തത്തെയും അഭിമാനത്തെയും ജീവനെയും പവിത്രമാക്കി വെക്കുന്നു. അതിൻ്റെ ആവർത്തനമാണ് നമ്മൾ അറഫയിൽ കാണുന്നത്. ഇസ്മായിൽ നബിയെ ബലിപീഠത്തിൽ നിന്ന് ഇറക്കി വിടുകയും അവിടെ ഒരു ഫിദിയയായി ഒരു ആടിനെ അള്ളാഹു കൊടുക്കുമ്പോൾ മനുഷ്യാന്തസ്സിനെ ഉയർത്തിപ്പിടിച്ചതിൻ്റെ ആ ചരിത്ര സന്ദർഭത്തിൻ്റെ ആവർത്തനമാണ് അറഫയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അവിടെ മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിച്ചു. ഈ മനുഷ്യാന്തസ്സിനെ ഉയർത്തിപ്പിടിച്ച ദീനിന്റെ, മനുഷ്യാന്തസ്സിനെ ഉന്നതിയിലെത്തിക്കുന്ന ദീനിന്റെ സാമൂഹിക വിഭാവനകളും മനുഷ്യൻ തട്ടുകളായി ഭരിക്കപ്പെടേണ്ടവരാണെന്ന് പറയുന്നവർ അവരുടെ സാമൂഹ്യ വിഭാവനയും നിങ്ങൾക്കൊരു ത്രാസിൽ വെക്കാൻ കഴിയില്ല എന്നതാണ് സമകാലികതയുടെ സന്ദേശം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് ദീനുൽ ഇസ്ലാമിന്റെ സാമൂഹ്യ ഭാവനകളെ ആളുകൾ വിളിക്കാറുള്ളത് മതരാഷ്ട്രം എന്നാണ്. മതരാഷ്ട്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ. പക്ഷേ അറഫയുടെ ദിനം അവരോട് ചോദിക്കുന്ന ചോദ്യം,
ആദരിക്കപ്പെടേണ്ടവനാണ് എന്ന് പറയുന്ന ഒരു ദർശനത്തെയും, മനുഷ്യൻ തട്ടുകളായി ഭരിക്കപ്പെടേണ്ടവനാണ് എന്ന് പറയുന്ന ഒരു ദർശനത്തെയും നിങ്ങൾ എങ്ങനെയാണ് ഒരു ത്രാസിൽ തൂക്കുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുമ്പോൾ ദീനുൽ ഇസ്ലാം വേറിട്ടതാണ് എന്ന് പറയാനുള്ള ആർജവത്തെ ആർജിച്ചെടുക്കുക എന്നതാണ് പ്രധാനം. ദീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദീൻ സമ്പൂർണമാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയാൻ റസൂലിനോട് പറഞ്ഞത്. അവിടെ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് എൻ്റെ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എന്ന ഒരു കോംപ്രമൈസ് അല്ല ചരിത്രത്തിൽ സംഭവിച്ചത്. എനിക്ക് എൻ്റെ ദീൻ, അതിൽ കോംപ്രമൈസ് ഇല്ല. നിങ്ങളുടെ ദീൻ നിങ്ങളുടെ ദീനാണ്, ഞങ്ങളുടേത് ഞങ്ങളുടെ ദീനാണ്. അപ്പോ ലോകത്ത് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, മതേതരത്വം ലോകത്തുണ്ടാക്കിയത് മതം എന്ന ഒരു സംഗതിയാണ്. മതം എന്നത് മതേതരത്വം ഉണ്ടാക്കിയതാണ്. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ലോകത്ത് മതം എന്നൊരു സംഗതി ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹിന്ദു മതവും ഇസ്ലാം മതവും ഇത് നിങ്ങൾക്ക് സമീകരിക്കാനോ ഒരേ സ്കെയിൽ വെച്ച് അളക്കാനോ സാധിക്കില്ല. ഞാൻ പറയുന്നത് മതം മതേതരത്വം ഉണ്ടാക്കിയെന്നല്ല, മതം എന്ന ഒരു സങ്കല്പം. അങ്ങനെ മതേതരത്വം ലോകത്തുണ്ടാക്കിയ ഒരു സങ്കല്പമാണ് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്നത്. സത്യത്തിൽ എല്ലാ മതങ്ങളും ഒരുപോലെയല്ല. അവിടെയാണ് ദീൻ എന്ന പ്രയോഗത്തിൻ്റെ വ്യത്യാസവും വ്യതിരിക്തതയും നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതിൽ തന്നെ ദീനുൽ ഇസ്ലാം എന്നത് അത് തീർത്തും വിഭിന്നമാണ്. ദീനിനെ കുറിച്ച് നിങ്ങളുടെ ആലോചനകൾ അത് ഇസ്ലാമിൻ്റെ ആദർശങ്ങളെയും ചരിത്രത്തെയും മുൻനിർത്തി മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മറ്റു മതങ്ങളിൽ വെച്ചുകൊണ്ട് നടത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുക, ഇന്ന് ഏറ്റവും ഹീനമായ പ്രയോഗമാണ് മതരാഷ്ട്രവാദം എന്നത്. കാരണം അത് മതങ്ങളെ തുല്യമായി സങ്കല്പിക്കുന്നു. അങ്ങനെ ഒരു മതം, എല്ലാവരും കൂടി ഒരേപോലെയുള്ള ഒരു മതം എന്ന സങ്കല്പം ചരിത്രത്തിൽ സാധ്യമല്ല, സമകാലികതയിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റ് ഫാഷിസത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ ഒരിക്കലും ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രവുമായി നിങ്ങൾക്ക് സമീകരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് യൂറോപ്പിൽ എത്ര മതങ്ങളുണ്ട്? യൂറോപ്പിൽ എന്തേ മറ്റു മതങ്ങളില്ലാത്തത്? യൂറോപ്പിൽ ക്രൈസ്തവാധിപത്യമാണ്, നമുക്കറിയാം. എന്തുകൊണ്ടാണ് അവിടെ മറ്റു മതങ്ങൾ ഇല്ലാതിരുന്നത്? അവിടെ മറ്റു മതങ്ങൾ ഉണ്ടായിരുന്നു. അവരെവിടെ പോയി? അവരെവിടെ പോയി എന്ന ചോദ്യത്തിന്റെ ഉത്തരം വംശഹത്യകളുടെ ചരിത്രത്തിലേക്കാണ് നിങ്ങളെ എത്തിക്കുക. ഉദാഹരണത്തിന് സ്പെയിൻ മുസ്ലിം അന്തലൂസ് കീഴടക്കുകയും മുസ്ലിങ്ങളെയും ജൂതരെയും കൂട്ടക്കൊല നടത്തിക്കൊണ്ടാണ് ആധുനിക യൂറോപ്പ് സംവിധാനിച്ചത്. പക്ഷേ സിറിയയിലും ഇറാഖിലും ഈജിപ്തിലുമടക്കം മുസ്ലിം സാമ്രാജ്യങ്ങൾ നിലനിന്ന സ്ഥലങ്ങളിൽ ഇന്നും മറ്റ് മതന്യൂനപക്ഷങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അതെന്താണ് ആ വ്യത്യാസം? അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്ത് മതങ്ങളെല്ലാം പിന്തിരിപ്പനാണ്, മതങ്ങളെല്ലാം ക്രൂരമാണ് എന്ന ഒരു പൊതുചിന്തയുണ്ടാക്കുകയും അതിൽ ദീനുൽ ഇസ്ലാമിനെ വരവെക്കുകയും ചെയ്യുമ്പോൾ ദീനുൽ ഇസ്ലാം ചരിത്രത്തിൽ സാധിച്ചെടുത്ത വ്യതിരിക്തതയെയും അതിൻ്റെ ആശയപരമായ സമ്പുഷ്ടിയെയും സമഗ്രതയെയുമാണ് ലോകത്ത് യൂറോപ്പ് മൂടിക്കളഞ്ഞത്. അതുകൊണ്ട് അറഫയെ ഓർക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിനുള്ള ബൗദ്ധികമായ ദൗത്യം ദീൻ എന്ന സങ്കല്പത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ദീൻ എന്നത് ഒരു ഉഗ്രൻ ഉജ്ജ്വലമായ ഒരു സന്ദേശമാണ്. ദീൻ മനുഷ്യരെ സംവിധാനിക്കുന്ന ഒരു വ്യവസ്ഥ, ഒരു പൂർണ്ണത ആഗ്രഹിക്കുന്ന ഒരു വ്യവസ്ഥ, ഒരു മനുഷ്യരെ ഒരു എൻഡിലേക്ക് എത്തിക്കുന്ന സമഗ്രമായ ഒരു ആവിഷ്കാരത്തിന്റെ പദ്ധതി. ഈ സങ്കല്പം ലോകത്തെവിടെ പോയി? ആ സങ്കല്പമാണ് ലോകത്ത് മനുഷ്യന് അന്തസ്സ് പ്രദാനം ചെയ്തത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വൈകാരിക രംഗമാണ്. ഒന്നുമല്ലാതെ കാട്ടറബികളായി ജീവിക്കുന്ന മനുഷ്യരെ ഒരു നാഗരികതയുടെ ഭാഗമാക്കിയ റസൂൽ
അവരോട് വിട പറയുന്നതിന്റെ സന്ദർഭം. അതായത് സ്വന്തം ശരീരത്തെക്കാളും റസൂലിനെ സ്നേഹിക്കുന്ന മനുഷ്യർ അവർ റസൂലിന്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിന് സാക്ഷിയാവുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവിടെ റസൂൽ ചോദിക്കുന്ന ചോദ്യം, ഒരു റസൂൽ ചോദിക്കുന്ന ചോദ്യം, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? അപ്പൊ ഇവർ പറയാൻ, ബല്ലഗ്ത യാ റസൂലല്ലാഹ്, റസൂലെ അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അല്ലാമാ ഇഖ്ബാൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു റസൂലും ഒരു സൂഫിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. റസൂലും സൂഫിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ചില സൂഫികൾ ഇങ്ങനെ പാടിയത്രേ, ഞങ്ങളായിരുന്നു മിഅ്റാജ് പോയതെന്നെങ്കിൽ ഞങ്ങൾ തിരിച്ചൊന്നും വരില്ലായിരുന്നു. മുഹമ്മദാണ് മിഅ്റാജ് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം തിരിച്ചു വന്നു. ആരെങ്കിലും പടച്ചവന്റെ അടുത്തെത്തിയാൽ തിരിച്ചു വരുമോ? ഞങ്ങളായിരുന്നെങ്കിൽ അവിടെ നിന്നേനെ എന്ന് ചില മിസ്റ്റിക്കുകളായിട്ടുള്ള ആളുകൾ എഴുതി. അല്ലാമാ ഇഖ്ബാൽ അതിനെ വിമർശിച്ചുകൊണ്ട് എഴുതുന്നത് വളരെ രസകരമാണ്. ഒരു മിസ്റ്റിക്, അദ്ദേഹം മിഅ്റാജ് പോയാൽ തിരിച്ചു വരില്ല. ഇസ്രാ മിഅ്റാജ് യാത്രയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പോയാൽ തിരിച്ചു വരില്ല, കാരണം ആകാശത്തിന്റെ ആത്മീയോന്നത്യങ്ങളിൽ അവർ അവിടെ ഇരിക്കും. പക്ഷെ ഒരു പ്രവാചകൻ, ഒരു റസൂൽ, അദ്ദേഹം അള്ളാഹുവിന്റെ ഉന്നതങ്ങളായ സവിധങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അതുകൊണ്ട് മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു വരും. മനുഷ്യരുടെ സമൂഹത്തിന്റെ സങ്കീർണതയിലേക്ക് തിരിച്ചു വരും. അതാണ് ഒരു മിസ്റ്റിക്കും ഒരു പ്രൊഫറ്റും തമ്മിലുള്ള വ്യത്യാസമെന്ന് അല്ലാമാ ഇഖ്ബാൽ റഹിമഹുല്ല പറയുന്നതായിട്ട് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ആത്മീയതയുടെ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു മീഡിയം, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു മധ്യസ്ഥൻ ജനതയോട് ചോദിക്കുന്നു, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? നിങ്ങൾ എന്നോട് പറയൂ, നിങ്ങൾ എന്നെ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കൂ. അതാണ് ആ ചോദ്യം. ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചില്ലയോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാൻ പറയുക, അതുപോലെ ഒരു നേതാവിനെ, അതുപോലെയല്ലെങ്കിലും അതിൻ്റെ ഒരു മോഡൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുക, ഞാൻ പറയും, അത് പലസ്തീനിന്റെ ടണലുകളിൽ സ്വന്തം സഹപ്രവർത്തകരോട് കൂടെ യുദ്ധത്തിന് പോയ യഹ്യാ സിൻവാറിൽ മാത്രമാണ്. ലോകത്തെ മറ്റൊരു മണിമാളികകളിലും അതിന്റെ മാതൃക ഇന്ന് കാണാൻ കഴിയുന്നില്ല എന്നതാണ് മുസ്ലിം ചെറുപ്പം തിരിച്ചറിയേണ്ട സത്യം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരും അറിയാതെ കൊല ചെയ്യപ്പെടാമായിരുന്ന ഒരു മനുഷ്യൻ, ഷഹീദ് യഹ്യാ സിൻവാർ, ആരും അറിയില്ലായിരുന്നു. 3 ദിവസം ഭക്ഷണം കഴിക്കാതെ വിശപ്പുമായി കഴിയുന്ന ഒരു മനുഷ്യൻ, ആ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്ന് ആരും അറിയാതെ, ചരിത്രത്തിന്റെ ഭാഗമറിയാതെ പോകാമായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് ലോകമറിഞ്ഞു. എങ്ങനെ? ഇസ്രായേലിലൂടെ ലോകമറിഞ്ഞു. ഇസ്രായേലിലൂടെ ലോകമറിഞ്ഞു. അവരുടെ തന്നെ മിസ്റ്റേക്കായി വീഡിയോ പുറത്തു വരുന്നു. ഇത് പടച്ച റബ്ബിന്റെ ഒരു അത്ഭുതമല്ലാതെ നമ്മൾ എന്ത് വിളിക്കും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവസാനം സ്വന്തം സഹപ്രവർത്തകരുടെ കൂടെ തണലിലിരുന്നു കൊണ്ട് കവിത പാടുകയും ഒടിഞ്ഞ കൈകൊണ്ട് ഇസ്രായേലിന്റെ ഡ്രോണുകൾക്കെതിരെ കയ്യിൽ കിട്ടിയ കമ്പെടുത്തെറിഞ്ഞ് അവസാന സന്ദർഭവും പ്രതിരോധം കൊണ്ട് ജീവിതം അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന സഹപ്രവർത്തകരുടെ കൂടെ പട്ടിണി കിടന്ന നേതാക്കളെ ഇന്ന് നമ്മൾ കാണുന്നത് ഗസയിൽ മാത്രമാണ് എന്നതാണ് അറഫയിൽ നമ്മൾ അറിയേണ്ട സത്യം. അറഫയിൽ അല്ലാഹു മലായിക്കത്തിനോട് പറയുന്നത് എന്താണ്? കാലിൽ പൊടിപുടർന്നു വരുന്ന എന്റെ അടിമകളെ നിങ്ങൾ കാണൂ. വിയർത്തൊലിച്ചു വരുന്നവർ, അവർ വിശപ്പ് സഹിച്ചു വരുന്നവർ, പ്രയാസപ്പെട്ടു വരുന്നവർ, അത്തറുപൂശി വരുന്നവരല്ല. അവർ ആത്മീയതയുടെ മണിമാളികളുടെ അർത്ഥങ്ങളിലുള്ള ആത്മീയതയിൽ വരുന്നവരല്ല, പ്രയാസങ്ങൾ അനുഭവിച്ചു വരുന്നവർ. ഭൂമിയിൽ കിട്ടാവുന്നത് നിന്ദ്യതയും ബഹിഷ്കരണവും മാത്രമാണ് എന്നറിഞ്ഞു വരുന്നതിന്റെ സൂചന. അവരെ നിങ്ങൾ നോക്കൂ, അവരിൽ അഭിമാനം കൊള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ സന്ദേശത്തെ തകർക്കുകയും അമേരിക്കയും അവരുടെ സിൽബന്ദികളായിട്ടുള്ള ഏകാധിപതികളും നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ദീനിനെ ലോകത്ത് സെല്ലബിൾ, വിറ്റഴിക്കപ്പെടുന്ന ഒരു വസ്തുവായി അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്തിന്റെ മുന്നിൽ എഴുന്നേറ്റു എന്ന് പറഞ്ഞ
ലോകത്തെ നിർമ്മിക്കുകയും ലോകത്തെ സമ്പൂർണമായ ഒരു ദീനിന്റെ ആവിഷ്കാരം നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രത്യയ ശാസ്ത്രബോധത്തെ ഉണർത്തുക കൂടിയാണ് യൗമുൽ അറഫ ചെയ്യുന്നത്. ആ യൗമുൽ അറഫയാണ് ദീനിനെ കുറിച്ച് അഭിമാനമുള്ളവരാകാൻ മുസ്ലിം യുവതയോട് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് സ്ത്രീകളെ കുറിച്ച് ഖിയാർക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്ത്രീകളോട് അന്തസ്സായി പെരുമാറുന്നവരാണ്. ഇത് ലോകത്തിനറിയില്ലായിരുന്നു എന്നും ദീനാണ് അവരെ പഠിപ്പിച്ചത് എന്നും ദീനുൽ ഇസ്ലാം പിന്തിരിപ്പൻ മതമാണെന്ന് പറയുന്ന കാലത്ത് പറയാൻ കഴിയുക എന്നത് പ്രിയപ്പെട്ടവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ അറഫയിൽ നിന്ന് പഠിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ മുമ്പിൽ റസൂൽ ഒരു ദൗത്യം ബാക്കിയാക്കിയിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ദീനിനെ കുറിച്ച് ഇന്നത്തെ സങ്കല്പം അത് ആചാരനിബിഡമാണ്. നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് എന്നത് അതിൽ നിന്ന് വിസ്മരിക്കുന്നു. നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് എന്ന കാര്യം പറയാൻ ലോകത്ത് ദീനിനെ പ്രതിനിധീകരിക്കുന്നവർ ഭയപ്പെടുന്നു. ലോകത്ത് ദീനിനെ കുറിച്ച് അങ്ങനെ പറയാൻ സാമ്രാജ്യങ്ങളും ഫാഷിസ്റ്റുകളും അവരും അതിനെ ഭയപ്പെടുന്നു. യു ഹാവ് എ ഡ്യൂട്ടി, നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. അതാണ് ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദീനുൽ ഇസ്ലാം മെറ്റീരിയലിസത്തിനെതിരാണ്, ഭൗതികവാദത്തിനെതിരാണ്. പക്ഷേ ഭൗതിക ലോകത്തെ ക്രമീകരിക്കാൻ ദീനിന്റെ ആഹ്വാനമുണ്ട്. ഈ സന്ദേശം വളരെ ലളിതമാണ്, പക്ഷെ ഇന്ന് വിസ്മരിക്കപ്പെട്ട സന്ദേശമാണ്. നിങ്ങൾ ലോകത്തെ ക്രമീകരിക്കുക, ലോകത്തിന്റെ ഗതി മാറ്റുക. ആ ദൗത്യം നിങ്ങൾക്കുണ്ട്. ആ ദൗത്യം ഏറ്റെടുക്കുന്ന പ്രവാചകന്മാർ പട്ടിണിയും ദാരിദ്ര്യവും അപമാനവും സഹിച്ചും ഈ ലോകത്ത് അതിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ആ മില്ലത്തു അബീക്കും ഇബ്രാഹിമിന്റെ ആവർത്തനമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ആവിഷ്കാരം നിർവഹിച്ചിട്ടുണ്ട് എന്ന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ആ സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് നമ്മിൽ ബാക്കിയാകുന്ന ദൗത്യം. അതാണല്ലോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒട്ടകം എങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നത്, കുതിര എങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നത്, അവിടേക്ക് കയറി അസ്ഹാബുകൾ യാത്ര ചെയ്തത് എന്തിനായിരുന്നു? ഒരു ദൗത്യം നിങ്ങളിലുണ്ട്. ദീൻ നിങ്ങളിൽ ഒരു ദൗത്യം നിങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലത് ചെയ്യാനുണ്ട്. പക്ഷെ മതം എന്നതിൽ അതില്ല. മതം എന്നത് നിങ്ങളുടെ വ്യക്തിപരമായ സുഖങ്ങൾക്കോ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനോ നിങ്ങളുടെ മനസംതൃപ്തിക്കോ നിങ്ങൾ നടത്തുന്ന ചില ആചാരങ്ങളും പ്രാർത്ഥനകളുമാണ്. പക്ഷെ ദീൻ എന്നത് അങ്ങനെയല്ല. ആചാരങ്ങളും പ്രാർത്ഥനകളും അതിലുള്ളതോടൊപ്പം അത് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു കർമ്മമാണ്. മൽ അമലു ബിഹാ എന്ന് നാളെ ചോദിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങളൊരു ദൗത്യത്തിന്റെ ഭാഗമാകണം. ആ ദൗത്യത്തിന്റെ ഭാഗമാവുക എന്ന സന്ദേശം ലോകത്ത് വിസ്മരിക്കപ്പെടുന്നു എന്നതാണ് ദീനിനെ മതമാക്കി ചുരുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവാണ് ദീനിന്റെ സമഗ്രത പ്രഖ്യാപിക്കപ്പെട്ട അറഫയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ആവർത്തിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ടതില്ല. അമേരിക്ക ചെയ്തത് തീവ്രവാദ ഇസ്ലാം, ഇസ്ലാമിസ്റ്റ് ഇസ്ലാം, സൂഫി ഇസ്ലാം, സലഫി ഇസ്ലാം ഇങ്ങനെ കള്ളിഗോളങ്ങളാക്കി ദീനിനെ കുറിച്ച് വ്യാഖ്യാനങ്ങളെ ചിതറിപ്പിക്കുകയും ചില പ്രത്യേക തരത്തിലുള്ളത് മാത്രമാണ് ഇസ്ലാം എന്ന് ലോകത്ത് പലരെ കൊണ്ടും പറയിപ്പിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും വിസ്മൃതിയിലാകുന്നത് പൂർത്തീകരിക്കപ്പെട്ട ദീൻ എന്ന സങ്കല്പമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സങ്കല്പത്തെ തിരിച്ചു പിടിക്കാൻ കഴിയണം. അത് പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ കേരളത്തിൽ തന്നെ ജാതി പറഞ്ഞ ആളുകളെ കൊല്ലുകയും ജാതിയുടെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുമ്പോൾ, കുല്ലുക്കും മിൻ ആദം ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മനുഷ്യനിൽ നിന്നും എന്നും പറയുന്ന സന്ദേശത്തെ എന്തുകൊണ്ട് പറയാനും ആവിഷ്കരിക്കാനും സാധിക്കുന്നില്ല എന്നതാണ് ചോദ്യം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. എന്നെ ഒരാൾ ആദ്യമായി കെട്ടിപ്പിടിച്ചതും ശരീരത്തോട് ചേർത്ത് വെച്ചതും അങ്ങാണ് റസൂലേ എന്ന് പറയുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സന്ദേശത്തെ അറഫയുടെ ദിവസത്തിൽ ലോകത്തോട് ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യത
മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കുക എന്നതാണ് സത്യത്തിൽ അറഫയിൽ നമ്മൾ ആവിഷ്കരിക്കേണ്ടുന്ന പാഠം എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് ലോകത്തിന് വലിയൊരു സന്ദേശമാണ്. ഇതൊരു തത്വചിന്തയിലും ലഭിക്കാത്ത ഒരു സന്ദേശം. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്ത് അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ് എന്നാണ് എല്ലാ സാമൂഹ്യ ശാസ്ത്രജ്ഞരും പറയുക. പക്ഷെ അതേ ഫ്രഞ്ച് വിപ്ലവം ലോകത്ത് നടന്നത് ഒരുപാട് പേര് അടിമകളാക്കി വെച്ചും അടിമകളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടുമാണ്. ഈ ചരിത്രം ആരും പറയാറില്ല. ലോകത്തെങ്ങനെയാണ് ഇന്നത്തെ ആധുനികമായ സംവിധാനങ്ങൾ ഉയർന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആദ്യഘട്ടത്തിലും മനുഷ്യരെ ക്രൂരമായ വംശഹത്യക്കിരയാക്കിക്കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആമസോൺ നദികളിൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം മനുഷ്യരുടെ ഡെഡ് ബോഡികൾ കൂട്ടം കൂട്ടമായി തിങ്ങിക്കിടന്നിരുന്നു എന്ന് ബ്ലാക്ക് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്, കറുത്ത വർഗക്കാരായ ചരിത്രകാരന്മാർ. അങ്ങനെ ആമസോൺ നദിയിൽ മനുഷ്യരുടെ ഡെഡ് ബോഡി കുന്നുകൂടി കിടന്ന് കപ്പലുകൾക്ക് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കിയ അമേരിക്കയാണ് ഇന്ന് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ റസൂലിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം തന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് തട്ടുകളായി ഭരിക്കപ്പെടേണ്ടവരും, ചില മനുഷ്യർ സ്ഥിരമായി മാലിന്യങ്ങളും പൊല്യൂട്ടഡുമാണ് എന്ന് കരുതുന്ന പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് കയ്യിലെന്ന് ചോദിച്ചാൽ അറഫയുടെ സന്ദേശമുണ്ട് എന്നതാണ് ഉത്തരം. എങ്ങനെയാണ് ഫാഷിസത്തെ തകർക്കുക? ചില ആളുകൾ പറയും അത് ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത. എന്താണ് ഈ ന്യൂനപക്ഷ വർഗീയത? അത് പറയുന്നവർക്കും അറിയില്ല, കേൾക്കുന്നവർക്കും അറിയില്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് മാത്രമേ അറിയൂ. ഇതാണോ ഫാഷിസം? ഫാഷിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എന്താണ്? ഫാഷിസം എന്ന് പറഞ്ഞാൽ ശ്രേണീകൃത വ്യവസ്ഥയാണ്. പ്രത്യേക രീതിയിൽ മനുഷ്യരെ തട്ടുകളാക്കി നിർത്തുക. ലോകത്ത് ഫാഷിസം രൂപപ്പെടുന്നത് രണ്ട് സന്ദർഭങ്ങളിലാണ്. ഒന്ന് നമുക്കറിയാം, ഹിറ്റ്ലറിൻ്റെ ഫാഷിസം. മറ്റ് ഫാഷിസ്റ്റുകളുണ്ടെങ്കിലും ഈ രണ്ട് ചരിത്ര സന്ദർഭങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, മനുഷ്യരെ ശ്രേണീകൃതമാക്കി നിർത്തുക. അത് ഹിറ്റ്ലറിൻ്റെ നാട്ടിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ജൂതർക്കെതിരായിരുന്നു. ആര്യൻ ജനതയെ ഉയർന്നു നിർത്തുക. ഹിറ്റ്ലറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു ഡോക്ടറായിരുന്നു എന്നാണ്. ഈ ഡോക്ടറുടെ പണി, അദ്ദേഹത്തിന് രണ്ട് സുഹൃത്തുക്കളുണ്ട് എന്നാണ്, ഒന്ന് ഡോക്ടറും ഒന്ന് എഞ്ചിനീയറും. ഈ ഡോക്ടർ അദ്ദേഹമാണത്രേ ആര്യൻ വംശം ഉയർന്നതാണ് എന്നും മറ്റ് വംശങ്ങളെല്ലാം താഴ്ന്നവരാണെന്നും തിസീസ് എഴുതി കൊടുത്തത് ഈ ഡോക്ടറാണ് എന്നാണ്. ഒരു വിദ്യാഭ്യാസമുള്ള ആൾ തന്നെയായിരുന്നു. എഞ്ചിനീയറാണത്രേ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തത്. ഹിറ്റ്ലർ ആള് ഭയങ്കര ക്രൂരനായിരുന്നെങ്കിലും ആൾക്ക് കുറച്ച് നിഷ്ഠകളുള്ള ആളായിരുന്നു. അതായത് ഹിറ്റ്ലർക്ക് ആളുകളെ കൊല്ലുന്നത് ഹരമാണെങ്കിലും ആളുകളെ കൊല്ലുന്ന ശബ്ദം, രക്തത്തിൻ്റെ വാസന, ഇതൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പം എഞ്ചിനീയർ പറഞ്ഞു കൊടുത്ത ഇടവാണത്രേ, നമുക്ക് അങ്ങനെ ഓരോരുത്തരായിട്ട് കൊല്ലണ്ട, അത് സമയനഷ്ടമാണ്, പിന്നെ ഈ രക്തം ഇതൊക്കെ കാണണ്ടേ, അത് വലിയ ഇടങ്ങാറാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരെയും കൂടിയും ഒരു ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് ഒരു ഗ്യാസ് ഇട്ട് ഒന്നായിട്ട് ഉരുക്കി കൊല്ലാം. അതൊരു എഞ്ചിനീയറുടെ ബുദ്ധിയാണ്. അവിടെയും പ്രവർത്തിച്ചത് എന്താണ്? ശ്രേണീകൃതമായി മനുഷ്യരെ നിർത്തുകയും ചിലരെ അടിമകളാക്കുകയും വെക്കുകയും ചെയ്യുക. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്, നിങ്ങളെല്ലാവരും മണ്ണിൽ നിന്നാണ് എന്ന പ്രഖ്യാപനത്തിൻ്റെ മാഹാത്മ്യം ലോകത്തെല്ലാ വ്യവസ്ഥകളും ശ്രേണീകൃതമായി മനുഷ്യരെ നിർത്താൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായ ഒരു വിളംബരമായി കാണുമ്പോഴാണ് അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക. ഇന്ത്യയിലെ ഫാസിസ്റ്റുകളും ചെയ്യുന്നത് അതാണ്, ശ്രേണീകൃതമായി നിർത്തുക. ആധുനിക ദേശരാഷ്ട്രങ്ങൾ ചെയ്തതും അതാണ്. ചില ഭൂരിപക്ഷങ്ങളെ അവരെ ശ്രേണിയിൽ ഉയർന്നവരായും ചില ശ്രേണിയിലുള്ള ആളുകളെ താഴ്ന്നവരായും സ്ഥിരമായി നിലനിർത്തുക. അതിനനുസരിച്ച നിയമങ്ങളിലൂടെ അവരെ മെല്ലെ മെല്ലെ ഇല്ലാതാക്കുക. അവിടെയാണ് കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നും, ആദമാകട്ടെ മനുഷ്യരിൽ നിന്നും
എന്ന പ്രഖ്യാപനം പ്രധാനപ്പെടുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാഷിസത്തിനെതിരായ ഏറ്റവും ഉഗ്രൻ പ്രഖ്യാപനം നിങ്ങളെല്ലാവരും മണ്ണിൽ നിന്നാണ് എന്നതാണ്. അതിൽ മുകളിലുള്ളവനെ താഴോട്ട് കൊണ്ടുവരികയും താഴോട്ടുള്ളവനെ മറ്റുള്ളവരുടെ കൂടെ നിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പ്രഖ്യാപനത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ വിളംബരം ജാതി അടിസ്ഥാനപ്പെടുത്തുന്ന ഫാഷിസത്തിന്റെ മുന്നിൽ നിന്ന് വിളിച്ചു പറയുക എന്നത് അത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ദൗത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ സിദ്ധാന്തങ്ങളും വന്നത് അപരനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ്. നിങ്ങളും അപരനും തമ്മിലുള്ള ബന്ധം എന്താണ്? ചിലർ പറഞ്ഞു നിങ്ങൾ അപരനെ കൊന്നുകളയണം, ചിലർ പറഞ്ഞു നിങ്ങൾ അപരനെ അപ്പുറത്തുള്ള ആളെ ടോളറേറ്റ് ചെയ്ത് നിലനിർത്തണം. പക്ഷെ അപ്പോഴും ലോകത്തെല്ലാ പ്രത്യയശാസ്ത്രങ്ങളും മറന്നുപോയ ഒരു കാര്യം, അപരനെ നിങ്ങൾ സഹോദരനായി കാണണം എന്നുള്ളതാണ്. അതാണ് ദീൻ പ്രഖ്യാപിച്ചത്. സമത്വം എന്നത് ദീനുൽ ഇസ്ലാം പറയുന്നില്ല. നിങ്ങളെല്ലാവരും ഒരുപോലെയാണ് എന്നല്ല, നിങ്ങളെല്ലാം വ്യത്യസ്തര് തന്നെയാണ്. നിങ്ങളെല്ലാവരും വർണ്ണത്തിലും ഭാഷയിലും വ്യത്യസ്തരാണ്, പക്ഷെ വ്യത്യാസത്തിന് അതീതമായ ഒരു സാഹോദര്യം നിങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളതാണ്. ആ പ്രഖ്യാപനമാണ് അറഫ നടത്തുന്ന സന്ദേശം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഇക്വാളിറ്റി ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് അല്ലേ, ഏറ്റവും ഉദ്ഘോഷിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തം. പക്ഷെ അതിന് പ്രത്യേകിച്ച് കഥയില്ല. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും സഹോദര തുല്യരായ നീതിബോധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ബന്ധം. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്കിടയിലെ വൈവിധ്യം അതൊരു അനുഗ്രഹമാണ് എന്നും അത് പരസ്പരം ലിതആറഫു, പരസ്പരം അറിയാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നും അടിവരയിട്ട് പറയുന്നത്. ഈ സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് വിവേചനങ്ങൾക്കെതിരായ സാഹോദര്യത്തിന്റെ ദീനിന്റെ സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുക. ഞാൻ പറഞ്ഞു വന്നത്, ഫാഷിസം മനുഷ്യരെ തട്ടുകളാക്കി നിലനിർത്തുമ്പോൾ മാത്രം സാധ്യമാകുന്ന ഒന്നാണെങ്കിൽ ആ ശ്രേണീകൃത വ്യവസ്ഥക്കെതിരായ പ്രഖ്യാപനങ്ങൾക്കാണ് അതിനെ മറികടക്കാൻ കഴിയുക. അതാണ് അറഫ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് അറഫ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന പാഠത്തെ കൂടി ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ രാജ്യത്ത് ജാതിയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, പ്രദേശത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തും ലോകത്തും ദിനേനയെന്നോണം കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? അവിടെ നമ്മൾ ഓർക്കണം, ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദേശത്തെ നമ്മൾ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, ഇബ്രാഹിം ഈ മില്ലത്തിന്റെ സന്ദേശത്തിന്റെ ആവർത്തനമാണ് അറഫയിൽ സംഭവിക്കുന്നതെങ്കിൽ അതേ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ലോകത്ത് മനോഹരമായ ഒരു കത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അത് ഷഹീദ് മലിക് ഷഹബാസ് എന്ന മാൽക്കം എക്സിന്റെ കത്താണ്. മാൽക്കം എക്സ് എലീജ മുഹമ്മദിന്റെ നാഷൻ ഓഫ് ഇസ്ലാമിൽ പ്രവർത്തിച്ചു. നമുക്കറിയാമത് വിശ്വാസപരമായി ഒരു വഴിപിഴച്ച സംഘം എന്ന് പറയാവുന്ന ഒരു സംഘമാണ്. ആ എലീജ മുഹമ്മദിന്റെ നാഷൻ ഓഫ് ഇസ്ലാമിൽ പ്രവർത്തിച്ച അദ്ദേഹം, എലീജ മുഹമ്മദിന്റെ സന്ദേശം എന്താണ്? ലോകത്തൊരിക്കലും കറുത്ത വർഗക്കാരനും മറ്റുള്ളവരും സഹോദര തുല്യമായി നടക്കാൻ കഴിയില്ല. കറുത്ത വർഗക്കാരുടെ ഒരു ആധിപത്യം ലോകത്തുണ്ടാക്കിയെടുക്കണം എന്നുള്ളതായിരുന്നു. അമേരിക്കയിലെ യുദ്ധത്തിലെ ഒരുപാട് മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെ വന്ന മാൽക്കം എക്സ് ആ വഴിയിലെത്തുകയും അത് വിശ്വസിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ മസ്ജിദുൽ ഹറമിലേക്ക് എത്തുകയാണ്. മസ്ജിദുൽ ഹറമിൽ വെച്ചുകൊണ്ട് മാൽക്കം എക്സ് എഴുതുന്ന ഒരു കത്ത് ചരിത്രത്തിൽ വിശ്വപ്രസിദ്ധമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്ത് കറുത്തവനും വെളുത്തവനും ചുവന്ന നിറമുള്ളവനും നീലക്കണ്ണുള്ളവനും ചുരുണ്ട മുടിയുള്ളവനും കറുത്ത ചുണ്ടുള്ളവനും ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്നും അങ്ങനെ ഒരു വ്യവസ്ഥ ലോകത്ത് സാധിച്ചെടുക്കാൻ കഴിയും എന്നും ഞാൻ മനസ്സിലാക്കിയത് ഹജ്ജിന്റെ വേളയിലാണ്. ആളുകൾ ഞങ്ങൾ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഇതാ വന്നിരിക്കുന്നു, ലബ്ബൈക ചൊല്ലിക്കൊണ്ട് ഒരേ നിറമുള്ള മനുഷ്യരും ഒരേ നിറമുള്ള മനുഷ്യരെ പോലെ അവർ വ്യത്യസ്ത നിറങ്ങളിലായി തവാഫ് ചെയ്യുന്ന കാഴ്ച അമേരിക്കയിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് മസ്ജിദുൽ ഹറമിൽ ഞാൻ കാണുന്നു എന്ന് മലിക് ഷഹബാസ് എന്ന മാൽക്കം എക്സ്
എഴുതിയതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ജാതീയമായ വിവേചനങ്ങളുടെ കാലത്ത്, വർണ്ണത്തിന്റെ പേരിലെ വിവേചനങ്ങളുടെ കാലത്ത് ഈ സന്ദേശമല്ലാതെ ലോകത്തിന് മറ്റെന്താണ് നമുക്ക് ബദലായി നൽകാനുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടുന്ന സന്ദർഭമാണ്. പക്ഷേ അങ്ങനെ പറയാൻ സാധിക്കാത്ത രീതിയിൽ, ദീനിന്റെ സമ്പൂർണതയെ പറയാൻ അനുവദിക്കാത്ത രീതിയിൽ ഇന്ന് ഭരണചക്രങ്ങൾ ഉരുളുന്നു എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അതിനെ മറികടക്കുന്ന ഒരു പ്രഖ്യാപനമായി, അതിനെ മറികടക്കുന്ന ഒരു ആവിഷ്കാരമായി സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ മുസ്ലിം യുവത ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ക്യാപിറ്റലിസം ലോകത്തിന് ചെയ്തത് എന്താണ്? നമ്മൾ പറയും ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ മാർക്കറ്റല്ല. മുതലാളിത്തം എന്ന് പറഞ്ഞാൽ കച്ചവടമല്ല. കച്ചവടം ഉണ്ടാകും, ലോകത്തെല്ലാ സമൂഹങ്ങളിലും കച്ചവടം ഉണ്ടായിട്ടുണ്ട്. പണമുണ്ടാകും, സമ്പത്തുണ്ടാകും. പക്ഷെ മനുഷ്യനും സമ്പത്തും തമ്മിലുള്ള ഒരു പ്രത്യേകതരം ബന്ധമാണ് മുതലാളിത്തം. ആ മുതലാളിത്തം ലോകത്തിന്ന് നടപ്പിലാക്കുന്ന പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം ഒരു പ്ലഷർ സീക്കിംഗ് ആണ്, സന്തോഷമാർജിക്കലാണ് എന്നതാണ് ഇത് മനുഷ്യർക്ക് നൽകുന്ന സന്ദേശം. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ വിചാരിക്കും ഉപകരണങ്ങൾ വന്നാൽ മനുഷ്യന് സന്തോഷം ഉണ്ടാവുന്നു, അല്ലെ? യന്ത്രങ്ങളുടെ ചരിത്രം അതാണ്. വാഷിംഗ് മെഷീൻ വന്നാൽ നമുക്ക് അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്, നമുക്ക് സമയം കിട്ടും, വീട്ടിൽ സമയം കിട്ടും. കാറ് വന്നാൽ നമുക്ക് വേഗത്തിൽ എത്താൻ കഴിയും, അപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉപകരണങ്ങൾ വന്നാൽ കുറച്ചുകൂടി സമയം കിട്ടും, നമുക്ക് ആ സമയം കൂടി കുടുംബത്തോടൊപ്പം ഒക്കെ സന്തോഷിക്കാം എന്നാണ് ലോകം വിചാരിച്ചത്. പക്ഷെ ഉപകരണങ്ങളുടെ ചരിത്രത്തിൽ മറ്റൊരു കാര്യം നമ്മൾ വിട്ടുപോയി. ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന മാർക്കറ്റ്, അതൊരു മാർക്കറ്റിന്റെ ഭാഗമാണ്. ഈ മാർക്കറ്റിന്റെ ഒരു സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, നിരന്തരമായി ആളുകളെ, ഒരു ഉപഭോക്താവിനെയും അതുണ്ടാക്കും, ഒരു കൺസ്യൂമർ. അതുകൊണ്ടാണ് പറയാനുള്ളത് പ്രൊഡക്ഷൻ ഓഫ് ഡിസയർ, കാമനകളുടെ ഉൽപാദനം. അതായത് നിരന്തരം വാങ്ങാൻ ഒരാളെ കൂടി ഉണ്ടാക്കുക. ഉപകരണങ്ങൾ നൽകുക മാത്രമല്ല, നിരന്തരമായ ഒരു ഉപഭോക്താവിനെ കൂടി സൃഷ്ടിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാധാരണഗതിയിൽ പണ്ട് നമ്മൾ ഷോപ്പിംഗ് മാളുകൾ വന്നപ്പോൾ പറഞ്ഞു, ആദ്യം നമ്മൾ കടയിൽ പോയൊരു സാധനം വാങ്ങും. കടയിൽ പോയൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ ആവശ്യമുള്ളത് വാങ്ങും. ഷോപ്പിംഗ് മാളിൽ പോയി സാധനം വാങ്ങുമ്പോൾ, നമ്മൾ നെസ്റ്റോയിൽ പോയിട്ടൊരു സാധനം വാങ്ങുമ്പോൾ അപ്പുറത്തൊരു സാധനം ഉണ്ടാവും, ഇത്ര ശതമാനം ഓഫർ, അപ്പോൾ നമ്മൾ അതുകൂടി വാങ്ങും. അപ്പോൾ അപ്പുറത്തൊരു സാധനം ഉണ്ടാവും, നിങ്ങൾ ഇത്ര രൂപക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വില കുറച്ച് കിട്ടും. അപ്പോൾ അത് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, നമ്മൾ അത് വാങ്ങും. ഷോപ്പിംഗ് മാളിനെ പറ്റി പറഞ്ഞു പറ്റിയില്ലാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ അതുകൂടി വാങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളങ്ങനെ വാങ്ങുകയും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഓൺലൈൻ ഷോപ്പിംഗ് വന്നപ്പോൾ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു ഷോപ്പിംഗ് മാളിലായിപ്പോയി, എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നമുക്ക് ലളിതമായി തോന്നാമെങ്കിലും മനുഷ്യരെ പ്രത്യേകമായൊരവസ്ഥയിൽ ആക്കുകയും നിരന്തരമായ ഉപഭോക്താവാക്കുകയും മനുഷ്യനെ ഗൗരവപ്പെട്ട സാമൂഹിക നിർമ്മിതിയുടെ അജണ്ടകളിൽ നിന്ന് വഴിമാറ്റുകയും ചെയ്യുക എന്നത് മുതലാളിത്തത്തിലൂടെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. സത്യത്തിൽ ഇന്ന് മതം എന്നതും ഇങ്ങനെ മറ്റൊരു ഉപകരണമോ മറ്റൊരു ചരക്കോ ആയി മാത്രം മാറുകയും ലോകത്തെയും സ്വന്തത്തെയും നിർമ്മിക്കുക എന്ന ദീൻ എന്ന അർത്ഥത്തിൽ നിന്ന് വഴിമാറിപ്പോവുകയും ചെയ്യുമ്പോഴാണ് ദീൻ എന്ന സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അത് നമുക്കേതോ സമയത്ത് ആവശ്യമുള്ള ഒരു ഉപകരണമോ ഒരു ചില സമയങ്ങളിലേക്ക് മാത്രമുള്ള സംഗതിയോ അല്ല, നമ്മുടെ ജീവിതത്തെയും ലോകത്തെയും നിർമ്മിക്കുകയും അതിൻ്റെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ദീനുൽ ഇസ്ലാമിനെ ആ അർത്ഥത്തിൽ വായിക്കാനും അങ്ങനെ അതിനെ തിരിച്ചറിയുന്ന, അറഫയുടെ സന്ദേശം തിരിച്ചറിയുകയും അതിൻ്റെ സാമൂഹികമായ അജണ്ടകളെ തിരിച്ചറിയുകയും ചെയ്യുന്നവരായി മാറാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇന്നത്തെ ടെക്നോ സോഷ്യൽ എന്ന് പറയാവുന്ന ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ യുക്തിയിൽ ചിന്തിക്കുകയും അതിനനുസരിച്ച സ്വഭാവങ്ങളിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ദീൻ നമ്മളോട് ആവശ്യപ്പെടുന്ന കർമ്മങ്ങളിലേക്ക്,
നമ്മളുടെ അജണ്ടകളെ വഴിമാറ്റുകയും അത്തരത്തിലുള്ള സാമൂഹികമായ ലക്ഷ്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നവരായി മാറുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ദീനുൽ ഇസ്ലാം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. അതുകൂടിയാണ് അറഫയുടെ സന്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ദീൻ എന്ന അർത്ഥത്തിൽ ഇസ്ലാമിനെ പുനർവായിക്കാനും ദീൻ എന്ന അർത്ഥത്തിൽ നമ്മിൽ അർപ്പിതമായ ദൗത്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ജീവിതത്തെ അതിൻ്റെ ഉപാധിയാക്കി മാറ്റാനും കഴിയുമ്പോഴാണ് അറഫ നമ്മളോട് പറഞ്ഞ സന്ദേശം, റസൂൽ നമ്മളിൽ നിന്ന് വാങ്ങിയ വാഗ്ദത്തം പുലർത്താൻ കഴിയുക എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.